ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലെ അല്പനേരത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 95 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചിട്ട് അധിക നാളായിരുന്നില്ല. കാഴ്ചയിൽ വളരെ ക്ഷീണിതയായ ഒരു സ്ത്രീ ഒരു പലചരക്ക് കടയിലേക്ക് കയറിച്ചെന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ക്രിസ്മസ് ഡിന്നർ ഒരുക്കി കൊടുക്കുന്നതിനാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നൽകണമെന്ന് കടയുടമസ്ഥനോട് അപേക്ഷിച്ചു. അവളുടെ കൈവശമുള്ള പണം എത്രയെന്ന് അയാളുടെ ചോദ്യത്തിന് അവൾ ഇങ്ങനെ മറുപടി പറഞ്ഞു: എൻ്റെ ഭർത്താവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ ഒരു ചെറിയ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും എനിക്ക് കൈമുതലായിട്ട് ഇല്ല. അയാൾക്ക് അവളോട് സഹതാപമൊന്നും തോന്നിയില്ല. അതുകൊണ്ട് അവളുടെ അഭ്യർത്ഥനയ്ക്ക് യുക്തിപൂർവമായി തന്നെ ഒരു മറുപടി നൽകുവാൻ തീരുമാനിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ആകട്ടെ, ആ പ്രാർത്ഥന ഒരു കടലാസിൽ എഴുതി ഇങ്ങ് തരിക. അതിൻ്റെ തൂക്കത്തിനുള്ള സാധനങ്ങൾ ഞാൻ തരാം. ഇന്നലെ രാത്രി ദീനമായി കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അത് ചെയ്തു വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മടക്കി പിടിച്ചിരുന്ന ഒരു കടലാസ് തുണ്ട് അയാളെ ഏൽപ്പിച്ചത് അയാൾക്ക് വളരെ ആശ്ചര്യകരമായി തോന്നി. അത് തുറന്നു നോക്കുക പോലും ചെയ്യാതെ അയാൾ തൻ്റെ പഴയ ത്രാസിൻ്റെ ഒരു തട്ടത്തിലേക്കിട്ടു. ഇതിന് എന്തെല്ലാം സാധനങ്ങൾ കിട്ടുമെന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഒരു റൊട്ടി എടുത്ത് മറ്റേ തട്ടിൽ വെച്ചു. ത്രാസിന് ഒരനക്കവും ഉണ്ടാകാതിരിക്കുന്നത് കണ്ട് അയാൾക്ക് സംഭ്രമമായി. വീണ്ടും ചില സാധനങ്ങളെല്ലാം ഓരോന്നായി പെറുക്കി വെച്ചിട്ടും തട്ടം താഴാതിരുന്നത് കണ്ടപ്പോൾ അയാൾ അന്തം വിട്ടുപോയി. ഒടുവിൽ അത് മതി, ഏതായാലും ഇത്രയേ ഇതിൽ കൊള്ളുകയുള്ളൂ. ഇതാ ഒരു സഞ്ചി, നിങ്ങൾ തന്നെ എല്ലാം പെറുക്കി വെച്ചുകൊള്ളുക. എനിക്ക് മറ്റു ജോലിയുണ്ട് എന്ന് അയാൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ആ സാധു വിധവ കണ്ണീരൊഴുക്കിക്കൊണ്ട് താങ്കൾക്ക് വളരെ നന്ദി എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ അവളുടെ വഴിക്ക് പോയി. തൻ്റെ ത്രാസിന് അതിൻ്റെ കീഴ്ത്തട്ടം താഴാതെ വണ്ണം അല്പം തകരാറ് പറ്റിയിരുന്നു എന്ന് കടയുടമസ്ഥന് പിന്നീട് മനസ്സിലായി. അത് വെറും യാദൃച്ഛിക സംഭവമായിരുന്നോ എന്ന് പിൽക്കാലത്ത് പലപ്പോഴും അയാൾ ചിന്തിച്ച് അത്ഭുതപ്പെടുകയുണ്ടായി. താൻ ആവശ്യപ്പെടും മുമ്പ് തന്നെ ആ സ്ത്രീ പ്രാർത്ഥന എഴുതി കൈവശം വെച്ചുകൊണ്ടിരുന്നത് എന്തിന്? ത്രാസ് കേടായിരുന്ന ആ കൃത്യസമയത്ത് തന്നെ അവൾ വന്നു ചേരാൻ കാരണമെന്ത്? ആ കടലാസ് കഷ്ണം എടുത്ത് വായിച്ചു നോക്കുമ്പോഴൊക്കെയും അയാൾ അത്ഭുതം കൂറുക പതിവായിരുന്നു. എന്തെന്നാൽ ആ സാധു മാതാവ് അതിലെഴുതിയിരുന്നത് ഇത്രമാത്രമാണ്: പ്രിയ കർത്താവേ, കരുണ ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. പ്രിയമുള്ളവരെ, മുട്ടിന്മേൽ നിന്നുകൊണ്ട് നാം ദൈവസന്നിധിയിൽ യാചിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കർത്താവ് നൽകിത്തരും. ഹന്നയുടെ ജീവിതത്തിൽ മുട്ടിന്മേൽ നിന്നുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് അവൾക്ക് ശമൂവേലിനെ ലഭിച്ചത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമ്മുടെ മുട്ടുകളെ മടക്കിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ദൈവസന്നിധിയിൽ നമുക്ക് ആവശ്യങ്ങൾ പകരാം. ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാനായി മതിയായവനാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകി തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. സമയഭേദമെന്നെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, കർത്താവിനെ എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.